നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ഫുഡ് ഫോർ മൈ വൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വൈഫിന് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് കപ്പയും മീനുമാണ്. മീൻ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ചെമ്പല്ലി, ചില സ്ഥലങ്ങളിൽ ചെങ്കലവ, ആലപ്പുഴയിൽ കിളിമീൻ എന്ന് പറയും. അപ്പോൾ അതുമായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക്, സപ്പോർട്ട് ആവശ്യമാണ്. പുതുതായി കാണുന്ന സൗഹൃദയങ്ങൾ തീർച്ചയായും ചുവന്നാക്ഷരത്തിലുള്ള സബ്സ്ക്രൈബിലൊന്ന് അമർത്തി ബെൽ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ പുതിയ പാചക കലാസൃഷ്ടി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, സമയം കളയാതെ വരൂ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കപ്പയും, ചില നാട്ടിൽ മരിച്ചിനി എന്ന് പറയും, ചില നാട്ടിൽ കപ്പയെന്ന് പറയും. അപ്പോൾ കപ്പയും മീൻ കറിയാണ്. ഞാൻ ആദ്യം കപ്പ വൃത്തിയാക്കാം. മീൻ ഞാൻ പിന്നെ കാണിച്ചു ഏത് മീനാണെന്നുള്ളത്. കപ്പ തോട് കളയുന്ന ഈ രീതിയിലാണ്. ഇതേപോലെ ചാത്തി തിരിച്ച് പിടിക്കുന്നു. ഈ രീതിയിൽ ഉണ്ടായിട്ട് കളയാം. മൊത്തത്തിൽ ഞാൻ കളയാം. നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിനെ അരിഞ്ഞെടുക്കാം. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. കട്ടി കുറച്ച് അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞു 4 വെള്ളത്തിൽ നല്ലപോലെ കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ തിള വന്നു കഴിഞ്ഞു. ഇത് ഇത്തിരി വേവുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം മാറ്റിയതിന് ശേഷം വേറെ ഫ്രഷ് വെള്ളം ചേർത്ത് വീണ്ടും അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ 2ാം വെള്ളവും തിളച്ചു കഴിഞ്ഞു. നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഉപ്പിട്ട് അരപ്പ് ഇട്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മരിച്ചിലേക്ക് ഉള്ള അരപ്പിൻ്റെയാണ്. 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 2-3 ചുവന്നുള്ളി. ഇത് ഞാൻ മിക്സിയിൽ ജാറിലിടുകയാണ്. പിന്നെ ഇത്രയും തേങ്ങയും കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഒരു കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കപ്പയിൽ. അതുപോലെ അരച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതിനെ ഇളക്കിയെടുക്കാം. ഇവിടെ മീൻ കറിക്കായിട്ട് മീൻ എടുത്തിരിക്കുന്നത് ഈ ചുവന്ന മീനാണ്. ഇത് നമ്മുടെ ആലപ്പുഴ സൈഡിലെല്ലാം ഇതിന് കിളിമീൻ എന്ന് പറയും. തിരുവനന്തപുരം സൈഡിൽ ചെങ്കലവ എന്ന് പറയും. ചില സ്ഥലത്ത് ചെമ്പല്ലി എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ തേങ്ങ ചേർക്കാതെ, തേങ്ങ ചേർത്ത് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഞാൻ തേങ്ങ ചേർക്കാതെ മുളക് ചേർത്ത് ഉണ്ടാക്കും. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ ഭാര്യയ്ക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി മീനിൻ്റെ മസാലകൾ ഏതൊക്കെയാണ് നോക്കാം. ഇതിവിടെ 3 ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത് ഞാനിടുന്നു. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 ചെറിയ നമ്മുടെ ഉള്ളിയാണ്, ചുവന്നുള്ളി, അത് ചേർക്കുന്നു. ഒരു ടൊമാറ്റോയുടെ തക്കാളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അരച്ചെടുക്കുന്നു. ഇതാണ് നമ്മുടെ അരപ്പ്. ഇവിടെ എടുത്തിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് പൊടിച്ചതാണ്. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പച്ചയല്ല, വറുത്ത് പൊടിച്ചതാണ്.
മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒന്ന് ചൂടായി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിട്ട് നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇവിടെ 4 അല്ലി കുടംപുളിയും കൂടെ ചേർക്കുകയാണ്. പുളി കുറച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിഞ്ചിക്ക് നമ്മുടെ സാധാ പുളിഞ്ചിക്ക് കൂടെ ഞാൻ ഇവിടെ ചേർക്കുന്നു. സാധാ പുളിഞ്ചിക്ക് 2 പച്ചമുളകും കൂടെ കീറിയതാണ്. കറി നല്ല തിളച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മീനിനെ ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് വരട്ടെ. മീൻ നമ്മൾ ഇതേപോലെ ആണ്